റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 minutes ഇപ്പൊ വരും. ഓക്കെ. അതല്ല എന്താ പ്രശ്നമായിരുന്നു അറിയോ? തല ഭയങ്കര ഒട്ടിപ്പോയി. ഓക്കെ ബിന്ദേച്ചി. ഇന്ന് രാവിലെ തൊട്ട് ഫംഗ്ഷൻ ഉണ്ട് ചേച്ചി. ഉണ്ട് രാവിലെ തൊട്ട് ഫംഗ്ഷൻ ഉണ്ട് ചേച്ചി. ഒരു 11:30-12 ആവുമ്പോഴേക്ക് വന്നോളൂ. ഉണ്ട്. അതൊക്കെ ചായ കുടിച്ചിരിക്കല്ലേ? കണ്ടില്ല, ശരിക്കും നോക്കാൻ പറ്റില്ല. എനിക്കിപ്പം ഈ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോവാന്നുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല. കാരണം എനിക്ക് കുറച്ച് കാലം മുതൽക്ക് തന്നെ ഫാമിലി അറിയാം. ഓൾറെഡി ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ഉള്ളൊരു റിലേഷനായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഓക്കെ ഒരു മാരേജ് ലൈഫ് ഓക്കെ ആവുമെന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ എനിക്ക് പുതിയ വീട്ടിൽ പോകാന്നുള്ള ഫീൽ ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഇനിയിപ്പോൾ നാളെ ഇപ്പം എന്താ തോന്നുന്നറിയില്ല. മുത്ത അമ്മേനോട് ഞാൻ റെഡി ആയെന്നൊന്ന് പറഞ്ഞേ. ഇല്ല ഇന്ന് ഇനി വൈകിട്ട് ഫോട്ടോ വേണ്ടേ? കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത്. കണ്ണോരത്ത് കൈദൂരത്ത് നീ സ്വപ്നം പോലെന്നുള്ളിൽ പെയ്യും നേരത്ത്. കോർക്കാമിരു കൈകൾ ഇനി പോകാം കാലങ്ങൾ. നാം ഓരോ ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ. കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂടിയ മോഹങ്ങൾ. നീ മായാജാലങ്ങൾ ഓരെന്നും മുന്നിൽ മിന്നുന്നു. വാൽക്കണ്ണാടിയുടെ കുറിച്ചോ? ഇത് നമുക്ക് അയിനൂണിന് അമ്മ തരുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വരൻ്റെ വീട്ടിലെത്തുന്നത് വരെ നമ്മുടെ കയ്യിൽ ഈ വാൽക്കണ്ണാടി പിടിക്കണം. പിന്നെ നമ്മൾ അത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കും. പിന്നെ നമ്മുടെ വിശേഷാവസരങ്ങളിൽ, അതായത് തിരുവാതിരയൊക്കെ വരുന്ന സമയത്ത് പാതിരാപ്പൂ ചൂടൽ അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് പിന്നെ നമ്മൾ ഈ വാൽക്കണ്ണാടി ഉപയോഗിക്കുക. അതെ, ഞാൻ ഒരു മോളായത് കൊണ്ട് അമ്മയ്ക്ക് എന്താ പറയുക, ഒരു ആൺകുട്ടി അങ്ങനെയൊന്നുമില്ല. ഞാനാണ് വീട്ടിലെ ആൺകുട്ടി. അപ്പോൾ അങ്ങനെ ഒരാളും കൂടെ വരുമ്പോൾ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഭയങ്കര ഓക്കെ ആയിരിക്കും. അവരെ കെയർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ വന്നു എന്നുള്ള ഫീലൊക്കെ ഉണ്ടാവും. അവൾക്ക് ഞാനല്ല ഉപദേശം കൊടുക്കുക, അവൾ എനിക്കാണ്. കല്യാണത്തിന് മുമ്പ് എനിക്ക് ഉപദേശം തന്ന ആളാണ് അവള്. അവളെ ഉപദേശിക്കാൻ ഞാനല്ല ആളല്ല. മനോഹരമായ ഡ്രോയിങ് നല്ല കേട്ടോ, നൈസ് ആയിട്ട്. ഗിഫ്റ്റ് തന്നെ ഞാൻ അങ്ങോട്ടാണ് ലൈബ്രറിയിൽ
9th പഠിക്കുമ്പോഴാണ് ഏട്ടനെ കാണുന്നത്. ഞങ്ങളുടെ ഒരു ഫാമിലി മീറ്റിൽ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് എല്ലാവരും കുറേ പേരൊക്കെ ചേർന്ന് തിരുവാതിരക്കളിയൊക്കെ കളിക്കാറുണ്ട്. അപ്പം ആ സമയത്താണ് ആദ്യം കാണുന്നത്. പക്ഷെ അന്ന് ഏട്ടന് അധികം പരിചയമൊന്നുമില്ല. പക്ഷെ പിന്നെ ഇങ്ങനെ കസിൻസ്, ഓൾറെഡി എൻ്റെ കസിൻ്റെ കസിനാണ്. അപ്പം ഇങ്ങനെ അവിടെ വരും, അങ്ങനെ കുറേ ഒക്കെ ആയിട്ട് കാണുകയൊക്കെ ചെയ്യും. പിന്നെ നല്ല കൂട്ടായി. അങ്ങനെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകണം. ഇന്ന് നമ്മളുടെ അനുവിൻ്റെയും കണ്ണേട്ടൻ്റെയും കല്യാണമാണ്. അപ്പം ശേഷം ഞങ്ങൾ കാത്തിരുന്ന് ഉത്സാഹിച്ച് ഞങ്ങൾ ആഘോഷിച്ചൊരു കല്യാണമാണ്. അപ്പം എന്തായാലും ഞങ്ങളുടെ വക അനുവിനും കണ്ണേട്ടനും ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ, അളിയനോട് പെങ്ങളോട് അളിയനെയും നല്ലോണം നോക്കിക്കൊള്ളണം, അത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ബ്രൈഡിൻ്റെ ഫ്രണ്ട്സാണ് ഞങ്ങൾ. 10 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. 8ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങളെ ഒരു ബാക്ക് ബോണാണ് അനു. എല്ലാ കാര്യത്തിനും അവള് ഫസ്റ്റ് ലീഡർ ആവണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ബോൾഡാണ് ആള്. പിന്നെ ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവള് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ അവള് ബെസ്റ്റാണ്. എല്ലാത്തിലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അവളായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ ഇന്ന് ആ ദിവസം എത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ണൻ്റെയും അനുവിൻ്റെയും കല്യാണമാണ്. ഒരുപാട് കാലത്തെ ഒരു കാത്തിരിപ്പ്, ഒരു യാത്രയ്ക്ക് ശേഷം നമ്മളിന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അവർ ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട് അത്രയും മനപ്പൊരുത്തത്തോട് കൂടിയിട്ട് അല്ലേ ആ യാത്ര അങ്ങനെ അതുപോലെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇടയ്ക്കെപ്പോഴോ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലം എത്തിയ സമയത്ത് വളരെ നല്ലതായിട്ട് തോന്നുകയും അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണല്ലോ. ആ മൊമെൻ്റാണ് ശരിക്കും ഇവരുടെ
ഇങ്ങനെയുള്ളൊരു ഡൈവേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന് ലൈഫ് ലോങ് അങ്ങേയറ്റം കംഫർട്ടബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്.